Like the brother that died in the first half. Like I love the attachment. Most violent film in Malayalam. Very nice, very nice. Unni show, Unni mass show, mass. Our public movie. Violent പടം എന്ന് പറഞ്ഞാൽ ടാഗ് എങ്ങനെയുണ്ട്? ഉണ്ണി മൂന്നിന്റെ ബെസ്റ്റ് ആണോ? പടം എങ്ങനെയുണ്ട്? ഒരു ഫസ്റ്റ് ഹാഫ് നമുക്ക് അത്ര ഒരു ഇത് തോന്നിയില്ലെങ്കിലും സെക്കൻഡ് ഹാഫ് ഫുൾ വയലൻസ്. ചെറിയ പിള്ളേർക്കൊന്നും പടം കാണാൻ പറ്റില്ല. ഒരു 18 വയസ്സിന് മുകളിലോട്ട് കണ്ടാൽ മതി. ജഗദീഷിന്റെ ക്യാരക്ടർ കുഴപ്പമില്ല, നല്ലൊരു ക്യാരക്ടറാണ്. പക്ഷേ ഫുൾ അടിപിടിയാണ്, ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് വേറെ ലെവൽ. ലുക്കും മ്യൂസിക്കാണ് മെയിൻ. മ്യൂസിക് സെറ്റ്. അടിപൊളി. ഭയങ്കര വയലന്റ്. ഗംഭീരം. നമ്മളെ പിടിച്ചിരുത്തുകയും ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് പേടിപ്പെടുത്തുകയും ചെയ്യും. അത്ര ഒരു റെബലാണ്, ഫുൾ റെബലാണ്. അപ്പോൾ ഫാമിലി ഓഡിയൻസിന് എന്തോരം ഇതാവുമെന്ന് അറിയില്ല, എന്നാൽ പോലും അടിപൊളിയാണ് പടം. സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം. അതാണ് പറഞ്ഞത്. അത് മേക്കിംഗ്, അത് ഫൈറ്റിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നും പറയല്ല. ബാക്കി ക്യാമറ വർക്കും അതും ഇതൊക്കെ, അത് ഉണ്ണിയുടെ ഫൈറ്റൊക്കെ ആണെങ്കിലും നല്ല കലക്കും ഫൈറ്റാണ്. പുതിയ പയ്യൻ വിക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ പയ്യൻ. ആ പയ്യൻ നല്ല പെർഫോമൻസ് കാണിച്ചിട്ടുണ്ട്. ഒരു പുതുമുഖമാണെന്ന് പറയില്ല. Movie was very, very nice. It was like the stunts were nice, actions were nice, music was nice. All the actors were very good. Unni Mukundan did very well in it, and also my son Nishad. How about the action sequence? Actions were very, very good. It was like just top at the top. ആക്ഷൻ ഉണ്ടെങ്കിൽ പടം ഓക്കെ. അതാ പറഞ്ഞത്, ആക്ഷൻ ലവേഴ്സിന് പടം ഓക്കെയാണ്. വേറെ ഒന്നും പറയില്ല. നല്ല പടം. മലയാളത്തിൽ ഇങ്ങനൊരു പടം വേറെ വന്നിട്ടില്ല. സോ നമ്മുടെ മലയാളത്തിന് അഭിമാനിക്കാനുള്ള ഒരു ഗ്രേറ്റ് ലെവൽ വയലന്റ് ജോണറിലുള്ളൊരു മൂവി വന്നപ്പോൾ ഭയങ്കര എന്താ പറയുക, ഒരു ഫുൾ തിയേറ്റർ ഭയങ്കര ആവേശത്തിലായിരുന്നു. ആൻഡ് ഓൾസോ വിത്ത് എ ഫാമിലി സ്റ്റോറി, ഇമോഷൻസ് എല്ലാം ഉണ്ട് ഇതിൽ. സോ ഇതിലൊന്നും പറയാനില്ല, ഒന്നും അവർ ബാക്കി വെച്ചിട്ടില്ല. എക്സാക്ട്ലി, ബിക്കോസ് ഇതിൽ ഇമോഷൻസ് ഉണ്ട് ബ്രോ, വയലൻസ് മാത്രമല്ല. നമ്മളിപ്പോൾ പേടിച്ച് കാണുമ്പോൾ നമുക്കറിയാം ഇതൊരു റീസൺ കാരണമാണ് ഈ വയലൻസ് വരുന്നത്, ചുമ്മാ ഒരു വയലൻസ് അല്ല. സോ ഐ റിയലി എൻജോയ്ഡ്, thoroughly enjoyed. Like like the brother that died in the first half. Like I love the attachment. ഇത് മലയാളം സിനിമയിൽ ഒരു ബെഞ്ച് മാർക്ക് മൂവി ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ പടം പോയി കാണുക, നിങ്ങളുടെ റെസ്പോൺസാണ് എനിക്ക് കേൾക്കേണ്ടത്. പക്ഷേ എന്നാലും ഐ എം വെരി പ്രൗഡ് ഓഫ് ദ ഫിലിം, വെരി പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് മാർക്കോ. ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു മൂവിയാണ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഇപ്പോഴത്തെ യൂത്തും ആഗ്രഹിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കധികം പ്രായമില്ല, ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഈ പടത്തിലേക്ക് വന്നത്. ഇല്ല, അവർക്ക് പൂജാ സെറമണിക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് വന്ന ആൾക്കാർ. ആര് ഷർഫിനൊക്കെ ആണ് ഉദ്ദേശിച്ചത്? അല്ല, അവർക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് വന്ന ആൾക്കാർ. റിയാസ് ഖാൻ അത് OTT ഉണ്ടാവും, അത്രേ പറയാനുള്ളൂ. കുറച്ച് പോയിട്ടുണ്ട്, അത് OTT ഉണ്ടാവും. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും വയലൻസ് ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഒരുപാട് ഞെട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമ എൻ്റെ കോളേജ് BMC തൃക്കാക്കരയിൽ പ്രൊമോഷൻ ചെയ്തത്. അപ്പോൾ ആ ടീം പറയുകയും ചെയ്തിട്ടുണ്ട് ഈ സിനിമ തിയേറ്ററിൽ പക്ക സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയാണെന്ന്. എല്ലാം പെർഫോമൻസ് വയലൻസ് ചോരാത്ത മാത്രം. വയലൻസ് ആണ്, നല്ല മേക്കിംഗ് ആണ്. ജഗദീഷ് വേറെ ലെവലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഉണ്ണി മുതലും നല്ലോണം പെർഫോം ചെയ്തത്. നല്ല ബ്രൂട്ടലാണ്. ചെറിയ പിള്ളേർ മാക്സിമം വരാതെ നോക്കുക. നമ്മൾ സാധാരണ മലയാളം സിനിമ കാണുന്ന പോലെയല്ല, ഒരു ഇന്റർനാഷണൽ ലെവലാണ് പടം. തീർച്ചയായിട്ടും പടം കാണണം. ഇതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ് മലയാളം ഇൻഡസ്ട്രിയിൽ. അതെ, വയലൻസ് സീൻസ് വെച്ചിട്ട് ഇത് കറക്റ്റ് കിട്ടും. കാരണം കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ട് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സീൻസ് ഇഷ്ടംമാതിരിയുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെയാണ് കുറച്ചുകൂടി മേലെ ഉള്ളത്.
ഖൈനി ഗുപ്ത പാൻ മസാല പുകയിലെ ജീവിതം നശിപ്പിക്കുന്നു. പുകയിലെ ഇല്ല ഉപേക്ഷിക്കും. സഹായത്തിനായി Smoking is injurious to health. Smoking causes